അങ്ങയുടെ പൗർണമിക്കാവിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു ജന്മം അങ്ങക്ക് എന്താണ് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുക? 87ഓളം ക്ഷേത്രങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ക്ഷേത്രമാണ് ഇത്. പക്ഷേ ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കും. അപ്പോൾ ഇതെല്ലാം ഭക്തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഫലം തരുന്നൊരു ദേവതയായതുകൊണ്ട് നമുക്ക് ഫലം കിട്ടുന്ന ദേവതയുണ്ട്. അപ്പോൾ ആ ദേവതയുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഭക്തന് ആ ഫലം ലഭിക്കുമ്പോൾ നമുക്കൊരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നും. ദൈവത്തിന് ഇതൊക്കെ വേണമെന്ന് തോന്നും. പക്ഷേ ദൈവത്തിന് ഇതെല്ലാം മനുഷ്യൻ്റെ ആഗ്രഹം പോലെ എല്ലാം ഈശ്വരന് വേണം. പക്ഷേ ഈശ്വരനെ അറിയാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ദൈവം ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുമെന്ന് അറിയാൻ സാധിക്കുള്ളൂ. പൗർണമിക്കാവിൽ ഉഗ്രരക്ത ചാമുണ്ഡി ദേവിയുടെ ശ്രീകോവിൽ സമർപ്പണ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും പലതവണ പൗർണമിക്കാവിൽ വന്നിട്ട് എനിക്ക് കിട്ടാതെ പോകുന്ന വ്യക്തികളാണ് ഇവരെല്ലാവരും. അവരൊക്കെ തിരക്കായിരിക്കും, ചിലപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞാലും കഴിയില്ല. പക്ഷേ ഇന്ന് എനിക്ക് ആ ഒരു ഭാഗ്യം, അങ്ങനെ തന്നെ പറയട്ടെ, അത് സിദ്ധിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം പൗർണമിക്കാവിൻ്റെ ദേവജ്ഞൻ മലയൻ കീഴ് ശ്രീ കണ്ണൻ നായർ. ഇദ്ദേഹത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പൗർണമിക്കാവിൻ്റെ ഭക്തർക്കും എല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ്. ഭുവനചന്ദ്രൻ ജി, ഇദ്ദേഹം ഡോക്ടർ രാധാകൃഷ്ണൻ. അപ്പോൾ ഇവരോട് നമുക്ക് സംസാരിക്കാം. ആദ്യം അങ്ങയോട് തന്നെ, അങ്ങയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉഗ്രരക്ത ചാമുണ്ഡി ദേവി, നമുക്കറിയാം പൗർണമിക്കാവിലെ വിഗ്രഹ പ്രതിഷ്ഠകൾ വളരെ ശ്രേഷ്ഠമാണ്, വളരെയധികം ശ്രേഷ്ഠമാണ്. ഈ പ്രതിഷ്ഠയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ പൗരാണികമായിട്ട് തന്നെ ആചരിച്ചു വന്നിരുന്ന ഒരു മൂർത്തി വിധാനത്തിനെ മാതൃഭാവ വിധാനത്തെങ്കിലേക്ക് സ്വീകരിച്ച് അനേകം ശക്തിചിത്തയിരിക്കുന്ന ചൈതന്യാദി ഉപാധികളുള്ള ഒരു സ്ഥാനസങ്കേതത്തെ തന്നെ കേരളത്തിലെ അപൂർവമായിട്ടുള്ള ഒരു മാതൃഭാവ വിധായിനിയായിട്ടുള്ള പ്രതിഷ്ഠയാണ്. അതും ഈ ശൈലീദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ ഒരു ചിത്രപ്രതിഷ്ഠയായിട്ടാണ് സങ്കല്പം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മണിനാഗത്തോടു കൂടിയിട്ടുള്ളൊരു ചിത്രപ്രതിഷ്ഠയായിട്ടാണ് ഭഗവതിയുടെ സ്വരൂപം നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ പരത്വതത്വകലകളിൽ വസിക്കുന്ന ഭഗവതിയാണ്. ഭക്തർക്ക് വളരെയധികം ആശ്രയവും നിരാലംബർക്ക് ആലംബവുമായിരിക്കുന്ന ഒരു മാതൃഭാവ വിധാനത്തോട് കൂടിയിട്ടുണ്ടായിരിക്കുന്ന അമ്മാവിധാനം തന്നെയാണ്. എന്താണ് ഭക്തരോട് നമ്മൾ ഓരോ പ്രതിഷ്ഠയെക്കുറിച്ചും ഭക്തരോട് നമ്മളൊരു ഒരു നിർദ്ദേശം പോലെ പറയാറുണ്ടല്ലോ, എന്താവശ്യങ്ങൾ, എന്തിനു വേണ്ടി വിളിച്ചാലാണ് ഈ അമ്മ വിളി കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആവശ്യത്തിലേക്ക് വിളിക്കുന്നതിൽ കാര്യമില്ല. ഒരു കുട്ടിക്ക് എപ്രകാരമാണോ തൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും അമ്മ കണ്ടറിഞ്ഞ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ഭഗവതി കണ്ടറിഞ്ഞ് ചെയ്യും. അതിന് പ്രത്യേകിച്ച് ഇന്നത് വിളിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എന്തായാലും അതെൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കും. ആ തെറ്റിദ്ധാരണ തിരുത്തിയതിനും വളരെ നന്ദി. ശ്രീ ഭുവനചന്ദ്രൻ ജി, അങ്ങ് ഈ അമ്പലത്തിൽ ഒരുപാട് നല്ല വിഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു വിഗ്രഹ പ്രതിഷ്ഠ പൗർണമിക്കാവിലേക്ക് എത്തുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ വിഗ്രഹങ്ങളെല്ലാം പലപ്പോഴും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതം ഇഷ്ടം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ ആ ശക്തി പറയുന്നത് അതനുസരിച്ചിട്ട് പ്രതിഷ്ഠിക്കും. അപ്പോൾ ആ ശക്തി പറയുന്ന വലിപ്പത്തിൽ പ്രതിഷ്ഠിക്കും. അതാണ് ഈ ശനിദേവൻ്റെ പ്രതിഷ്ഠ വന്നപ്പോഴും ശനിദേവൻ പറഞ്ഞു, എൻ്റെ വിഗ്രഹം 18 അടി ഉയരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വാഹനമായ ഈ കാക്കയ്ക്കും 14 അടി വേണമെന്ന്. അപ്പോൾ അത് എന്താണോ ദേവൻ പറയുന്നത് അതനുസരിച്ച് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് ചുരുങ്ങിയ നാളുകൊണ്ട് ലോകം ഇത്രയും മാത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ളത്. രണ്ടാമത് ആൾക്കാരുടെ മനസ്സിൽ ദൈവത്തിന് ഇതൊക്കെ വേണമെന്ന് തോന്നും. പക്ഷേ ദൈവത്തിന് ഇതെല്ലാം മനുഷ്യൻ്റെ ആഗ്രഹം പോലെ എല്ലാം ഈശ്വരന് വേണം. പക്ഷേ ഈശ്വരനെ അറിയാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ദൈവം ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുമെന്ന് അറിയാൻ സാധിക്കുള്ളൂ. അപ്പം വാസ്തവത്തിൽ നാരായണ ഗുരുദേവനെ ലോകം എന്നറിയപ്പെടുന്നത് അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകളാണ്. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശക്തിയെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ട് ആ ദേവതയെ പ്രതിഷ്ഠിച്ചു. അതാണ് ലോകം മുഴുവൻ ആ ഗുരുദേവ പ്രസ്ഥാനങ്ങൾക്ക് ഇത്രയും പ്രസക്തി വന്നത്. ഇവിടെയും വാസ്തവത്തിൽ ശക്തി ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് പ്രതിഷ്ഠിക്കുന്നു. ശക്തി ആവശ്യപ്പെടുന്നത് പോലെ നിവേദ്യം സമർപ്പിക്കും. അപ്പം പല സ്ഥലങ്ങളിലും ആൾക്കാർ വിചാരിക്കും ഇത്രയും നിവേദ്യം ഈശ്വരന് ആവശ്യമുണ്ടോ? പക്ഷേ ഇത്രയും നിവേദ്യം ഈശ്വരൻ ചോദിച്ചു വാങ്ങും. രണ്ടാമത് ഏതെങ്കിലും ഒരു പ്രതിഷ്ഠയ്ക്ക് നിവേദ്യം കുറഞ്ഞു പോയാൽ പോലും ആ ശക്തി എനിക്ക് കുറഞ്ഞു പോയെന്ന് പറയുന്നതാണ് ശക്തി.
അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യകാലത്തിൽ ദിവസവും തുറന്നിരുന്നു. അപ്പോൾ ശക്തി പറഞ്ഞു അത് പോരാ, ആദ്യം എല്ലാ ദിവസവും തുറക്കണ്ട, മാസത്തിൽ 1 ദിവസം തുറക്കും. പക്ഷേ എനിക്ക് 30 ദിവസം തരുന്നതിൻ്റെ 3 ഇരട്ടി ഒരു മാസത്തിൽ ഒരിക്കൽ തന്നാൽ മതി. അങ്ങനെയാണ് മാസത്തിലൊരിക്കൽ ഇവിടെ തുറക്കാൻ നിശ്ചയിക്കുന്നതും. അതനുസരിച്ച് ഇത്രയും സമർപ്പണവും നിവേദ്യവും ഈ ശക്തി അതനുസരിച്ച് ഭക്തന് ഫലവും കിട്ടുന്നു. ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഉടൻ ഫലം കിട്ടും. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ശക്തിയാണ് ഉഗ്രരക്ത ചാമുണ്ഡി. അപ്പോൾ ഈ ചാമുണ്ഡി ദേവിയോടൊപ്പം തന്നെ വേറൊരു ചാമുണ്ഡി ഇവിടെ ഉണ്ട്. അത് രക്തചാമുണ്ഡി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ദേവത ഈ ദേവിയുടെ അനിയത്തിയായിട്ട് വരും. അത് കുറച്ച് കൂടി വീറും ഗൗരവമുള്ളതാണ്. അപ്പോൾ ഈ ദേവിയുടെ മുമ്പിൽ സത്യം മാത്രമേ പ്രാർത്ഥിക്കാവൂ, നീതിയല്ലാത്തത് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനീതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം ലഭിക്കില്ല. അന്യായത്തിന് കൂട്ടു നിൽക്കുന്ന ദേവിയല്ല, സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ഒരു ദേവതയാണ്. ഈ ദേവതയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ ആ സത്യത്തിൻ്റെ പ്രാർത്ഥനയിൽ 100% ഫലം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നടക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങയുടെ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങയുടെ പൗർണമിക്കാവിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു ജന്മം അങ്ങക്ക് എന്താണ് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുക? 87ഓളം ക്ഷേത്രങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ക്ഷേത്രമാണ് ഇത്. പക്ഷേ ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കും. അപ്പോൾ ഇതെല്ലാം ഭക്തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഫലം തരുന്നൊരു ദേവതയായതുകൊണ്ട് നമുക്ക് ഫലം കിട്ടുന്ന ദേവതയുണ്ട്. അപ്പോൾ ആ ദേവതയുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഭക്തന് ആ ഫലം ലഭിക്കുമ്പോൾ നമുക്കൊരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നും. ഡോക്ടർ രാധാകൃഷ്ണൻ, അങ്ങ് ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് എത്ര നാളെ, അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം എപ്പോൾ തുടങ്ങിയതാണ്? സ്ഥപതി എന്ന നിലയിൽ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൗർണമിക്കാവിൽ എത്തിച്ചേരുക എന്നുള്ളത് എൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിവിധങ്ങളായിട്ടുള്ള ഉപാസനാ പദ്ധതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ക്ഷേത്രാരാധനാ പദ്ധതിയുടെ പ്രാധാന്യം അത് നമുക്ക് ഏവർക്കും തിരിച്ചറിയാവുന്നതാണ്. തന്ത്രശാസ്ത്രപരമായിട്ടുള്ളതും അടിസ്ഥാനമായിട്ട് മറ്റ് എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളൊരു ക്ഷേത്ര ആരാധനാ സങ്കല്പം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള ദേവത മാത്രം ഉണ്ടായിരുന്ന ഒരവസ്ഥയിലാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. പിന്നീട് മറ്റ് വിവിധങ്ങളായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെ ഉൾക്കൊള്ളിക്കാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു വാസ്തുശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്ര നിർമ്മാണ ശൈലിയെ പരിചയപ്പെടുത്തുന്നതിനായിട്ടും നമുക്ക് പൗർണമിക്കാവ് ഒരു അനുഗ്രഹമായിട്ടാണ്, അതിനെനിക്ക് സാധിച്ചു എന്നുള്ള ഒരു മുജ്ജന്മ സുഹൃത്തായിട്ടാണ് ഞാനും കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, പലതരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രതിഷ്ഠകൾ, അതിൻ്റെ ഒരു ദർശന സായുജ്യം, വിവിധങ്ങളായിട്ടുള്ള ദേവതകൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യാനായിട്ട് നമ്മൾ അതിനായിട്ട് സാധിക്കുക, ഇവിടെ എത്തിച്ചേരുന്നവരോട് സാധിക്കുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മളെല്ലാവരും ഭക്തന്മാരെല്ലാവരും കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഉഗ്രചാമുണ്ഡി മൂർത്തിയുടെ ഒരു ക്ഷേത്രം ഇന്ന് ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം എന്നുള്ളത് ഒരു ചിത്രമയിയായിട്ടുള്ള ഒരു ദേവീ സങ്കല്പമാണ്. അപ്പോൾ നമുക്കിവിടെ പൗർണമിക്കാവിൽ വിവിധങ്ങളായിട്ടുള്ള പ്രതിഷ്ഠകൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വലിയ ശിലകളുള്ള ശനീശ്വര ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടായിട്ടുണ്ട്, പഞ്ചമുഖ ഗണപതി പ്രതിഷ്ഠ ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം മറ്റു വിവിധങ്ങളായിട്ടുള്ള പ്രതിഷ്ഠകൾ. അപ്പോൾ വിവിധ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. അതായത് ശിലാമയി ആവാം, അല്ലെങ്കിൽ ദാരുമയി ആവാം, അല്ലെങ്കിൽ ലോഹമയി ആവാം, സ്വർണ്ണമയി, മനോമയി, മൺമയി എന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ചിത്രമയി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രമാണ് പ്രതിഷ്ഠ. എന്നാൽ ആ ചിത്രത്തിന് അത്രത്തോളം ചൈതന്യമുണ്ട്. ആ ഒരു അനുഗ്രഹദായിനിയായിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് സാറോട് മുൻപ് പറഞ്ഞു, യഥാവിധിയായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രപ്രകാരമുള്ള അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു അത്രയും ഒരു ശക്തിയുള്ള ഒരു ദേവതയാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. കേരളീയ വാസ്തുശാസ്ത്ര ശൈലിയിലുള്ള ക്ഷേത്ര നിർമ്മാണ ശൈലിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ആ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുണ്ട്. കുടികൊള്ളുന്ന ഈ ദേവി എല്ലാ ഭക്തന്മാർക്കും അനുഗ്രഹം പ്രദാനം ചെയ്തതെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ത്രിമൂർത്തികളെന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇവർ 3 കൂടി ചേരുമ്പോൾ പൗർണമിക്കാവിൽ ഒരു അത്ഭുതം രചിക്കപ്പെടുകയാണ്. ഇനിയും ഭക്തർക്കായി, പൗർണമിക്കാവിൽ അമ്മയുടെ ഭക്തർക്കായി ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ രചിക്കപ്പെടും എന്ന് തന്നെയാണ് ഇവരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്ദി സർ.